ഐ ആം മൈ തോട്ട്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ ചിന്തകളാകുന്നു എന്ന് പറഞ്ഞാൽ ചിന്തയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചിന്ത മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ എന്നെ കൊണ്ടു നടക്കുന്നത് എൻ്റെ ചിന്തകളാണ്. അപ്പോൾ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ, എൻ്റെ ചിന്തകളനുസരിച്ചുള്ള പോക്ക് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിന്തകളെ മാറ്റണം. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മുടെ എല്ലാം പരാജയം ഇതാണ്. ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചു, ചിന്തയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായി, ഞാൻ തെറ്റ് ചെയ്തു. നമ്മുടെ ഓരോ സെക്കൻഡിൽ ഉണ്ടാകുന്ന ചിന്തകളും പ്രവൃത്തികളും ആ സമയത്തിന് യോജിച്ചതാണ്. ഈ ഒരു അറിവാണ് നമ്മളെ എപ്പോഴും പ്ലസന്റ് ആയിട്ട്, ഹാപ്പി ആയിട്ട് നിലനിർത്തുന്നത്. നമ്മുടെ NLP പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു നിമിഷവും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓരോ നിമിഷത്തിലും വരുന്ന ചിന്തകൾ എന്നെ ഹാപ്പിനെസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ എപ്പോഴും പറയുന്ന ക്ലാസ്സിൽ പറയാനുള്ളത്, പൂച്ച എങ്ങനെ വീണാലും 4 കാലയില്. ഒരിക്കലും പൂച്ചയ്ക്ക് അബദ്ധം പറ്റാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ എറിഞ്ഞാൽ അത് 4 കാലേ വരൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏത് നിമിഷമുള്ള ചിന്തകളെ എന്നെ ഹാപ്പി ആക്കുന്നതായിരിക്കണം. ഇതാണ് ഏത് നിമിഷവും ഹാപ്പിനെസ്സിൽ നിലനിർത്താനുള്ള ഒരു ടെക്നിക്ക്. എന്തുകൊണ്ട് എൻ്റെ ചിന്തകൾ ഓരോ നിമിഷവും കറക്റ്റായിട്ടിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹാപ്പി ആയിട്ടുള്ള ആളാണ്. പിന്നെ അതില്ലാതെ അവിടെ നടക്കുള്ളൂ. അപ്പൊ എന്നിൽ നിന്ന് വരുന്ന ഹാപ്പിനെസ് ആയിരിക്കും. ഈ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ പുറം ലോകത്തെ അനുഭവങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. കാരണം സ്റ്റിമുലസ് എന്ത് തന്നെ വന്നാലും ഹാപ്പിനെസ് ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഹാപ്പിനെസ്സിലുള്ള ചിന്തകളെ അല്ലെങ്കിൽ റെസ്പോൺസേ വരത്തുള്ളൂ എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ നമുക്കുണ്ട്. അപ്പോ ഈ ഹാപ്പിനെസ്സിലുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും അത് നമുക്കറിയാം. ഹാപ്പിനെസ്സിലായിരിക്കും നമ്മൾ ചിരിക്കുക ചെയ്യുന്നല്ലേ. അപ്പൊ സ്റ്റിമുലസ് എന്തായിരുന്നു? ഒരാൾ എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു, ഉപദ്രവിച്ചു, എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അയാൾ പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ ഹാപ്പിനെസ്സിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഹാപ്പിനെസ്സിലിരിക്കുന്ന ആള് ഹാപ്പിനെസ്സിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ഹാപ്പിനെസ്സിന് അനുകൂലമായിട്ടുള്ളതായിരിക്കും. അപ്പൊ ഹാപ്പിനെസ് മനസ്സിൽ വരാൻ ചിലപ്പോൾ അല്പ താമസം വരും. പക്ഷെ ബോഡി ലാംഗ്വേജ് നമുക്കറിയാം എന്താണ് ചിരിക്കുക എന്നുള്ളത്. അപ്പോ ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചോണ്ടാ മതി. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുറമെ നിന്നാലും, ഏത് തരത്തിലുള്ള സ്റ്റിമുലസ് പുറത്ത് വന്നാലും നമ്മുടെ കയ്യിൽ ഒരു റെഡി മൈൻഡ് ചിരി ഉണ്ടായി.